സുന്ദരമായ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കാൻ, ഉപാസിക്കാൻ നല്ല ദൈവം നമുക്കൊരുക്കി തരുന്ന അസുലഭമായ ഒരവസരമാണിത്. അഭിവന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ വിലയിരുത്താനും സാമൂഹ്യ ജീവിതത്തെ ക്രമപ്പെടുത്താനും കൂടുതൽ തീക്ഷ്ണതയുള്ള ദൈവമക്കളായി ജീവിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിട്ടുള്ള സുവിശേഷ ഭാഗം എഫെസോസിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 4 മുതലുള്ള തിരുവചനമാണ്. 4-ഉം 5-ഉം തിരുവചനം. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ ദത്തുപുത്രരാകേണ്ടതിന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. നല്ല ദൈവത്തിൻ്റെ ഗംഭീരമായ ഒരു വിളിയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ സഭയെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ആയിരിക്കുന്നതിലുമൊക്കെ വളരെ അപ്പുറത്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക നിയോഗമെന്ന് കർത്താവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഭ ദൈവസ്നേഹത്തിൻ്റെ പകരം വയ്ക്കാനാവാത്ത അതുല്യമായ പ്രകാശനമാണെന്ന് പ്രിയപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ ഒരടിക്കുറിപ്പും എനിക്ക് തന്നിട്ടുണ്ട്. സഭയിലൂടെ വെളിപ്പെടുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും വിളിയുടെ പിന്നാമ്പുറത്തുള്ള ദൈവകരുണയെക്കുറിച്ച്, ആ കരുണയെ ആവോളം ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരും എന്ന നിലയിൽ ജീവിതത്തിൻ്റെ ഗംഭീരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ആദ്യ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. എന്താണ് തിരുസഭയെന്ന് പലവട്ടം അച്ഛൻ ആലോചിച്ച് സത്യവേദ പുസ്തകത്തിലും സഭാ പഠനങ്ങളിലും തിരുസഭയെക്കുറിച്ച് 1000 നിർവചനങ്ങളുണ്ട്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ, ദൈവം സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവം പ്രത്യേകമായി സ്നേഹിക്കുന്നവരുമാണ് ഇതിലെ അംഗങ്ങൾ. നമ്മുടെ നാടിൻ്റെ പ്രത്യേകമായ പരിതോവസ്ഥയിൽ ഈ വാക്കിന് വല്ലാത്തൊരർത്ഥമുണ്ടെന്ന് എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് മനസ്സിന് വെളിപ്പെട്ട് കിട്ടിയ ഒരു കൊച്ചു ചിന്തയാണത്. എല്ലാ ക്രിസ്ത്യാനികളെയും എനിക്കിഷ്ടമാണ്. അത് ലത്തീൻ ആയിക്കോട്ടെ, സീറോ മലബാർ ആയിക്കോട്ടെ, യാക്കോബായൊക്കെ ആയിക്കോട്ടെ, മർത്തോമ ആയിക്കോട്ടെ, ഓർത്തഡോക്സ് ആയിക്കോട്ടെ, പന്തക്കോസ്തി ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ബി, എല്ലാ ക്രിസ്ത്യാനികളെയും എനിക്കിഷ്ടമാണ്. കാരണം അവരൊക്കെ എൻ്റെ കർത്താവിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവർക്കെല്ലാം എൻ്റെ ക്രിസ്തുവിനെ വല്ലാണ്ട് ഇഷ്ടമാണ്. മറ്റു മതവിഭാഗങ്ങളിൽ പെട്ടവരെയൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എൻ്റെ കർത്താവിന് അവരെയൊക്കെ ഇഷ്ടമാണ്. ഏത് വിശ്വാസത്തിൽ പെട്ടവരായാലും മനുഷ്യനായി ജനിച്ചവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എല്ലാ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
ഈ ചിന്ത മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെടുമ്പോൾ, പറിച്ചു മാറ്റപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് കാണുന്നതും കേൾക്കുന്നതുമായ വേദനിപ്പിക്കുന്നത് പലതും സംഭവിക്കും. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. പിന്നെന്താണ് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത? എവിടെയാണ് അവൻ്റെ അനന്യത? നാം വായിച്ചു കേട്ട വചനഭാഗത്തുണ്ടത്. യേശു ക്രിസ്തുവിൽ നാം അവൻ്റെ ദത്തുപുത്രരാകണമെന്ന് അവൻ്റെ ലക്ഷ്യവും ഹിതവും അനുസരിച്ച് പിതാവായ ദൈവം നേരത്തെ നിശ്ചയിച്ച്, എല്ലാ മക്കളും, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും വിലയായി കൊടുത്ത് ദൈവം വീണ്ടെടുത്ത എല്ലാ മനുഷ്യരും അവൻ്റെ ദത്തുപുത്രരാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഓരോ ക്രിസ്ത്യാനികളും വളരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എത്ര മനോഹരമാണ് ഇസ്രായേലിൻ്റെ വിളി. പുറപ്പാട് ഗ്രന്ഥം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വേദന ദൈവം പറയും. പുറപ്പാട് ഗ്രന്ഥം 3-ാം അധ്യായം 7-ാം തിരുവചനം: എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കണ്ട്, എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ട്, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നുയർന്ന രോദനം ഞാൻ കേട്ട്. ഈജിപ്തിൽ ഭീകരമായി അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ വേദന കേൾക്കുന്ന ഒരു ദൈവം, അതോർത്ത് വല്ലാണ്ട് നൊമ്പരപ്പെടുന്ന ഒരു കർത്താവ്, ആ ദൈവമാണ് മോശയെ വിളിച്ചത്. എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നീ ഫറവോനോട് ആവശ്യപ്പെടണം. വളരെ മനോഹരമായി ദൈവം പറയുന്ന, പങ്കുവെക്കുന്ന ഒരു ഹൃദയവ്യഥയാണത്. കർത്താവിൻ്റെ ചങ്കിൽ ഇടം പറ്റിയവരാണ്, ഇടം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. സഭയുടെ ആദ്യകാല രൂപമാണ് ഇസ്രായേൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞ ദൈവം, അവരുടെ കണ്ണീര് കണ്ട് വേദനിച്ച കർത്താവ്, അവരുടെ രോദനം കേട്ട് അസ്വസ്ഥനായ തമ്പുരാൻ മോശയെ വിളിച്ചു പറഞ്ഞ്, എൻ്റെ ജനത്തെ നീ വീണ്ടെടുക്കണം, നീ വിടുവിക്കണം. ഇസ്രായേലിനെ ദൈവം വിളിക്കുന്നത് അങ്ങനെയാണ്, എൻ്റെ പ്രിയപ്പെട്ട ജനം. പുറപ്പാട് ഗ്രന്ഥം 19-ാം അധ്യായം 5-ാം തിരുവചനം: നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെങ്കിൽ എല്ലാ ജനതകളിലും വെച്ച് നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ജനമായിരിക്കും. അങ്ങനെ കർത്താവ് പറയുക, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജനം. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, അവൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള അവൻ്റെ പ്രത്യേകമായ കരുതൽ, തെരഞ്ഞെടുക്കപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരുമായ തൻ്റെ ജനത്തോടുള്ള അവൻ്റെ വാത്സല്യം വല്ലാണ്ട് വെളിപ്പെടുന്ന പുറപ്പാട് ഗ്രന്ഥത്തിലെ, പഴയ നിയമത്തിലെ ചില സൂചനകളാണിവയൊക്കെ. നല്ല ദൈവം തെരഞ്ഞെടുത്തത് വളരെ നിസ്സഹായരായ ഒരു ജനതയെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഡ്രസ് ഇല്ലാതിരുന്നൊരു ജനം. നല്ല ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓർമ്മപ്പെടുത്തും. നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും ഞാൻ എൻ്റെ കരുത്തുള്ള കരം നീട്ടി അവിടെ നിന്ന് നിന്നെ പൊക്കിയെടുത്തെന്നും ചെങ്കടൽ മുറിച്ച് മരുഭൂമി കടത്തി തേനും പാലും ഒഴുകുന്ന കാനാനിലേക്ക് ഞാൻ നിന്നെ വഴി നടത്തിയെന്നും ക്ഷമ ഹിയർ ഓ ഇസ്രായേൽ, നീ മറക്കരുത്, നീ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിത പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അച്ഛൻ സുദീർഘമായ ഒരു പ്രസംഗം ഒരുങ്ങി വരണമെന്നാണ് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ എന്നോട് പറഞ്ഞത്. പക്ഷെ സമയത്തിൻ്റെ പരിമിതി എന്നെ വല്ലാണ്ട് ഞെരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുവും വേണം. അതുകൊണ്ട്
എന്തെങ്കിലും തരത്തിൽ ലിങ്ക് വിട്ടുപോകുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് പുറപ്പാട്. നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ. ഞാൻ ഇന്ന് ഓർക്കും, എവിടെയോ പുറപ്പാട് സംഭവത്തെക്കുറിച്ച് ഒരു പ്രസംഗം പറയാൻ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വിളിച്ച്, പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്കറിയാം, മഞ്ഞളിയച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളത് അവൻ്റെ അമ്മേനെയാണ്. അമ്മ കാര്യമായിട്ടൊന്നും പറയാൻ കിട്ടണില്ല, പുറപ്പാട് സംഭവമാണ് വിഷയം, ഞാൻ എന്ത് പറയും? എൻ്റെ അമ്മ എന്നോടൊരു വാചകം മാത്രം പറഞ്ഞ്, മോനെ, പുറപ്പാട് സംഭവം 3500 കൊല്ലങ്ങൾക്കപ്പുറം നടന്നൊരു സംഭവമൊന്നുമല്ല, എൻ്റെയും മോൻ്റെയൊക്കെ ജീവിതത്തിൽ ഇന്നും സംഭവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അതേൽ പിടിച്ചു കയറി 2 മണിക്കൂർ പ്രസംഗം പറഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഇന്നും സംഭവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് പുറപ്പാട് സംഭവം. നല്ല ദൈവം ചെങ്കടൽ മുറിക്കുന്നുണ്ട്, മരുഭൂമി കടത്തുന്നുണ്ട്, തേനും പാലും ഒഴുകുന്ന കാനാനിലേക്ക് ഗംഭീരമായി നമ്മെ വഴി നടത്തുന്നുണ്ട്. രാത്രി അഗ്നിസ്തംഭമായി, പകൽ മേഘത്തൂണായി അവൻ എൻ്റെ മുമ്പിലും മുകളിലുമുണ്ട്. ഈ ദൈവത്തെ ഇസ്രായേൽ അനുഭവിച്ചതുപോലെ, ഈ ദൈവത്തെ ഇസ്രായേൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതുപോലെ നമ്മളും കർത്താവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ഈ ദൈവം നമ്മെ വല്ലാണ്ട് കരുതുന്നവനും കാവലാകുന്നവനുമാണ്. ഈ അടുത്ത ദിവസം ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരച്ഛനെ കാണാനിട വന്നു. പ്രിയപ്പെട്ട അച്ഛൻ രസകരമായ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ച്. അങ്ങ് ഉത്തരേന്ത്യയിൽ വിജനമായ മരുഭൂമിയുടെ നടുവിലൂടെയുള്ള വിശാലമായ റോഡിലൂടെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അച്ഛൻ വല്ലാത്തൊരു ആവേശത്തിലായിരുന്നു അത്രേ. നല്ല സ്പീഡിലാണ് അച്ഛൻ വാഹനം ഓടിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അച്ഛനൊരു കാഴ്ച കണ്ട്. ഒട്ടേറെ തദ്ദേശവാസികളായ മനുഷ്യർ അവരുടെ മോട്ടോർ ബൈക്കുകളിൽ വളരെ സാവധാനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. വിശാലമായ റോഡ്, ഒന്നുമില്ലാത്ത, അപകടമേതുമില്ലാത്ത മരുഭൂമി, വളരെ വേഗതയിൽ യാത്ര ചെയ്യാമെന്നിരിക്കെ ഈ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സാവകാശം യാത്ര ചെയ്യുന്നതെന്ന് അച്ഛൻ പുറകിലിരുന്ന അൾത്താര ശുശ്രൂഷകനോട് അന്വേഷിച്ചെന്നാണ് പറഞ്ഞത്. അൾത്താര ശുശ്രൂഷകൻ അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ സ്പീഡ് കുറച്ച് ആ മനുഷ്യരുടെ പുറകിൽ സഞ്ചരിക്ക് കുറച്ച് സമയം. കപ്പ്യാരുടെ വാക്ക് കേട്ട് അച്ഛൻ വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ച് ഈ മനുഷ്യരുടെ പുറകിലെത്തി. താരതമ്യേന മെച്ചപ്പെട്ട ഒരകലത്തിൽ ഇവരുടെ പിന്നാലെ അച്ഛൻ വാഹനം ഓടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുറകിലിരുന്ന ശുശ്രൂഷകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ആ മനുഷ്യരുടെ മുകളിലേക്കൊന്ന് നോക്ക്. അച്ഛൻ മുകളിലേക്ക് നോക്കി. കപ്പ്യാര് പറഞ്ഞു, മേഘം പോണത് അച്ഛൻ കണ്ട? അവർ എന്തുകൊണ്ടാ ഇത്ര സാവകാശം വാഹനം ഓടിക്കുന്നതെന്ന് അച്ഛന് മനസ്സിലായോ? ഇല്ല. അച്ഛാ, ആ മേഘത്തിൻ്റെ നിഴലിലാണ് ആ മനുഷ്യരുടെ സഞ്ചാരം. അല്പം പോലും വെയിൽ അവർക്ക് കൊള്ളേണ്ടി വരില്ല. യാത്ര വളരെ സുഗമമാണ്. അങ്ങനെയാണ് മരുഭൂമിയിലെ മക്കൾ യാത്ര ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ ഈ കാര്യം എന്നോട് പങ്കുവെച്ചപ്പോൾ മോശയെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എത്ര മനോഹരമായിട്ടാണ് ദൈവം മേഘത്തൂണായി ഇസ്രായേലിൻ്റെ മുകളിൽ നിന്നത്. എത്ര മനോഹരമായിട്ടാണ് നല്ല ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് തണലേകിയത്. അവരുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചും പൊറുത്തും അവരുടെ ഇടർച്ചകളും ബലഹീനതകളും പരിഗണിക്കാതെയും എത്ര സുന്ദരമായാണ് ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് കൂടെ യാത്ര ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ എന്ന പോലെ
കൂടെ നടക്കുന്ന കർത്താവിനെ കണ്ടെത്താനാണ് ഈ കൺവെൻഷൻ കാലം നമ്മെ ക്ഷണിക്കുന്നത്. ഹല്ലേലൂയ. അവർക്ക് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്രായേലിനോട് ദൈവം ക്ഷമിച്ചതുപോലെ, തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അവിടുന്ന് കരുണ കാണിച്ചതുപോലെ, അവരുടെ ബലഹീനതകളും പോരായ്മകളും വിസ്മരിച്ചതുപോലെ എത്ര വട്ടം, എത്ര കാതം എൻ്റെ ദൈവം എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്തു നോക്കണം. അഭിമന്യ പിതാവ് അച്ഛന്മാരുടെ അഭിഷേക ദിവസത്തിൽ സംഭവിക്കുന്ന ഒരു വിസ്മയത്തെക്കുറിച്ച് പറഞ്ഞു. അടിയൻ 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 എന്ന് പറഞ്ഞ് ഓരോ പുരോഹിതാർത്ഥിയും നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ കമഴ്ന്നു കിടക്കുന്ന കഥ, സംഭവം അഭിമന്യ പിതാവ് സൂചിപ്പിച്ച്, പുരോഹിതരുടെ ജീവിതത്തിലും സന്യസ്തരുടെ ജീവിതത്തിലും അൽമായരുടെ ജീവിതത്തിലും എന്ന് വേണ്ട, ദൈവം തെരഞ്ഞെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവീകമായ ഒരു ഇടപെടലിൻ്റെ അനുസ്മരണമാണ് പ്രിയപ്പെട്ടവരെ അഭിമന്യ പിതാവ് നടത്തിയത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സത്യമാണ്. ദൈവം തെരഞ്ഞെടുത്ത എല്ലാ മക്കളും ഇടറിപ്പോയവരാ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം കണ്ടെത്തിയ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും പോരായ്മകളുണ്ട്. മോശയ്ക്ക് കുറവുകളുണ്ടായിരുന്നു. അയാൾ വിക്കനായിരുന്നു, അയാൾ കൊലപാതകിയായിരുന്നു. അബ്രാഹാം ജീവിതത്തിൻ്റെ ജഡികതയെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവനായിരുന്നു. അവൻ മക്കളില്ലാത്തതിൻ്റെ നൊമ്പരം പേറി ദീർഘകാലം ജീവിച്ചവനായിരുന്നു. യാക്കോബ് മഹാസൂത്രക്കാരനായിരുന്നു. ദാവീദ് വ്യഭിചാരിയായിരുന്നു, അവൻ കൊലപാതകിയായിരുന്നു. ആമോസ്, ജെറമിയ, ഹോസിയ, സാംസൺ എല്ലാവരും ഇടറിപ്പോയവർ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാ, കർത്താവിൻ്റെ കണ്ടെത്തലുകൾ അങ്ങനെയാ, അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുവിശേഷം പറയുക, ദൈവത്തിൻ്റെ കരുണയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതമെന്ന്. ദൈവത്തിൻ്റെ കരുണയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോകത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസവും വൈരുദ്ധ്യവും കുടികൊള്ളുന്നത് അവിടെയാണ്. എപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുക? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആത്മശോധന ചെയ്ത് നോക്കണം. എപ്പോഴാണ് നമുക്കുണ്ടെന്ന് നാം കരുതുന്നവര് നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിക്കണത്? ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ എപ്പോഴാണ് ഭാര്യമാര് സ്നേഹിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരെ എപ്പോഴാണ് ഭർത്താക്കന്മാര് സ്നേഹിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന മക്കളെ എപ്പോഴാണ് മാതാപിതാക്കൾ സ്നേഹിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന സന്യാസിനിമാരെ എപ്പോഴാണ് സമൂഹത്തിലുള്ളവർ സ്നേഹിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന വൈദികരെ എപ്പോഴാണ് ഇടവകാംഗങ്ങൾ സ്നേഹിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നതും നമ്മെ ചേർത്ത് പിടിക്കുന്നതും മറക്കരുത് പ്രിയപ്പെട്ടവരുടെ. അവരുടെ മനസ്സിലുള്ള നമ്മെക്കുറിച്ചുള്ള സങ്കല്പത്തോട് നാം ഏറ്റവും അടുത്ത് വരുമ്പോഴാണ്. ഇതാണ് എൻ്റെ ജീവിതാനുഭവം. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഞാനെന്ന സങ്കല്പത്തോട് എൻ്റെ ജീവിതം ഏറ്റവും അടുത്ത് വരുമ്പോഴാണ്. അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ ഇഷ്ടമുള്ളത്. ഒരു വികാരി അച്ഛൻ എന്നുള്ള നിലയിൽ എൻ്റെ ഇടവക മക്കൾ എന്നെ സ്നേഹിക്കുന്നത് എപ്പോഴാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്ത് പറഞ്ഞാലും ഞാൻ അവർക്കതൊക്കെ ചെയ്തു കൊടുക്കണം. പരിശുദ്ധ കുർബാന മധ്യേ വന്ന് ഒരു വീട് വെഞ്ചിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ കാസിയും പീലാസി അവിടെ വെച്ച് പോയി വീട് വെഞ്ചിരിച്ചുകൊണ്ട് വന്നാൽ എൻ്റെ മക്കൾക്ക് എന്നോട് ഇഷ്ടമാണ്. ഒരു തരത്തിലും അവരെ ശല്യപ്പെടുത്താൻ പാടില്ല. എന്നും വചനം പറയുമ്പോൾ അവർക്ക് പ്രീതികരമായത് മാത്രം പറയണം. ഏത് പച്ച പാതിരയ്ക്ക് വിളിച്ചാലും അവരോട് റെസ്പോണ്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഇടവക ജനത്തിൻ്റെ ആഗ്രഹം. അതൊക്കെ ഞാൻ എപ്പോൾ വൃത്തിയായിട്ട് ചെയ്യുന്നോ അപ്പം അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വൈദികൻ്റെ മനസ്സാണ് ഞാൻ പറയണത്. അനുഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പച്ച പാതിരയ്ക്കാണ് ഫോൺ വന്നത്. 11:45 12 മണിയായപ്പോഴാണ് പള്ളിമുറിയിലെ ഫോൺ, തലയ്ക്കാമ്പാകത്തിരിക്കണ ഫോൺ.
ഭീകരമായ ശല്യം ഉണ്ടാക്കിക്കൊണ്ട് അടിക്കാൻ തുടങ്ങിയത്. അച്ഛന്മാർക്കറിയാം, പച്ചപ്പാതിരയ്ക്ക് വിളിക്കണ ഫോൺ ആരെങ്കിലുമൊക്കെ വിസ അടിച്ച് ടിക്കറ്റ് എടുക്കാനായിട്ട് വിളിക്കണാണ്. ആത്മാക്കളുടെ നിലവിളിയാണ്. മരിക്കാറായപ്പോഴുള്ള വിളിയാന്നാണ് പൊതുവെ ഒരു ധാരണ. ഇതേത് ദുഷ്ടനാണ് കർത്താവേ ഈ നേരത്ത് ഫോൺ വിളിക്കണേന്ന് ഓർത്താണ് ഞാൻ ഫോൺ എടുത്തത്. അങ്ങേ തലയ്ക്കെന്ന് ചോദിച്ച് വികാരി അച്ഛനാണാ, അരിശം വരാതിരിക്കൂ. ഞാൻ പറഞ്ഞു എവിടേക്കാ വിളിച്ചത്? പള്ളിയിലേക്കാ വിളിച്ചത്. അച്ഛനാണാ? ഞാൻ പറഞ്ഞു അച്ഛനാണ്. അടുത്ത ചോദ്യം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഉറങ്ങിയ 12 മണിക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ 9 മണിക്ക് ഉറങ്ങണമെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ? 2 സ്വപ്നം കഴിഞ്ഞ് 3-മത്തെ എൻ്റെ കൊടിയേറി. ആ നേരത്തെ ചേട്ടൻ്റെ ഫോൺ, എന്തേട്ട വിശേഷം? വേറെ ഒന്നുമില്ല അച്ഛാ, അച്ഛൻ ഉറങ്ങിയോന്നറിയാൻ വിളിച്ചതാണ്. ഓ, അച്ഛൻ ഒറ്റയ്ക്കാണ് 12 മണിക്ക് കിടന്നുറങ്ങണ ഒരു കത്തോലിക്ക പുരോഹിതനോട് സൂപ്പർ ചോദ്യം, അച്ഛൻ ഒറ്റയ്ക്കാണ്, പ്രാതാവായിട്ടിരിക്കുമോ? വചനം പറയണവനാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അന്നേ തോമസ് ഏട്ടൻ ഫോൺ വെച്ച്. പിറ്റേന്ന് കാലത്ത് തോമസ് ഏട്ടൻ ചായക്കടയിൽ ഇരുന്നിട്ട് പറയും, തങ്കപ്പെട്ട വികാരിയച്ഛൻ, അച്ഛന്മാരായി ഇങ്ങനെ വേണം. ഏത് പാതിരയ്ക്ക് വിളിച്ച് സ്തുതി പറഞ്ഞാലും എന്തൊരു അക്ഷരസ്ഫുടതയോടെയാ അച്ഛൻ മറുപടി പറയണേ. ആത്മാവുള്ളവനാ, കൃപ നിറഞ്ഞവനാ, എനിക്ക് 100-ൽ 100 മാർക്കാണ്. നേരെ മറിച്ച് ഈ ദുഷ്ടൻ തലേന്ന് പച്ച പാതിരയ്ക്ക് വിളിച്ചപ്പോൾ വെച്ചിട്ട് പോ എന്ന് എങ്ങാനും ഞാൻ പറഞ്ഞാൽ, തിരിച്ചീത്ത പറഞ്ഞാൽ ഇയാൾ പിറ്റേ ദിവസം എന്ത് പറയുമെന്ന് നിങ്ങൾക്കറിയാലോ. ചായക്കടയിലിരുന്ന് തോമസ് ഏട്ടൻ പറയും, വൃത്തിയേട്ടവൻ പെണ്ണ് കിട്ടാണ്ട് വന്നപ്പോൾ എങ്ങാണ്ട് അച്ഛനായതാണ്. ഇവനൊക്കെ ആരച്ഛനാക്കി? എനിക്കില്ലാത്ത കുറ്റുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ വളരെ മോശക്കാരനാവും. ഞാനിത് നിങ്ങളോട് പറഞ്ഞെന്തിനാന്നോ, നമ്മുടെ പ്രിയപ്പെട്ടവരെപ്പോഴാണ് നമ്മളെ സ്നേഹിക്കണേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കണത് അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ വളരുമ്പോഴാണ്, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോഴാണ്. പക്ഷേ നീ എന്തായിരുന്നാലും, നീ ആരായിരുന്നാലും, നിന്റെ ജീവിതത്തിൻ്റെ സകല തകർച്ചകളിലും നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്. പുറപ്പാട് ഗ്രന്ഥം 33:17 കർത്താവ് മോശയോട് പറയും, ഞാൻ നിന്റെ കൂടെ വരും, കാരണം എനിക്ക് നിന്നെ വല്ലാണ്ട് ഇഷ്ടമാണ്. മോശേ, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. ഗംഭീരമാണ് ആ വചനം. മോശേ, ഞാൻ നിന്റെ കൂടെ വരും, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. മോശയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കണ മറുപടി അത്. പുറപ്പാട് 33:15, 16, 17 വായിക്കണത് നല്ലതാണെന്ന് അച്ഛന് തോന്നുന്നു. മോശ കർത്താവിനോട് പറയും, നീ എൻ്റെ കൂടെ വരണം, നീ വരാതെ ഞാൻ പോവില്ല. മോശയുടെ ഗംഭീരമായ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി കൊടുക്കുന്നതാണ് ആ വചനം. മോശേ, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ദിസ് ഓൾസോ ഐ വിൽ ഡു ഫോർ യു. ഇതും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ നിനക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് മോശേ, ഞാൻ നിനക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. നീ ആരായിരുന്നു, നീ എന്തായിരുന്നു, നീ എങ്ങനെ ജീവിക്കേണ്ടവനായിരുന്നു, നിന്നെ ഞാൻ എന്തുമാത്രം വളർത്തി. ഓരോ മക്കളും അവരവരുടെ നെഞ്ചിൽ കൈവച്ച് കർത്താവിനെ ധ്യാനിച്ച് ആത്മശോധന ചെയ്യണം. എന്തു മഹാത്ഭുതങ്ങളാണ് അവൻ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത്. ചെങ്കടൽ അവൻ മുറിച്ചില്ലേ, മരുഭൂമി കടക്കാൻ അവൻ സഹായിച്ചില്ലേ, തേനും പാലും ഒഴുകുന്ന കാനാനിലേക്ക് അവൻ നിന്നെ വഴി നടത്തിയില്ലേ, രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘത്തൂണായി അവൻ നിന്റെ മുമ്പിലും മുകളിലും നടന്നില്ലേ, നിന്റെ സന്തോഷവേളകളിൽ അവൻ നിനക്ക് കൂട്ടുവന്നില്ലേ, നിന്റെ വേദനകളിൽ അവൻ നിന്നോടൊപ്പം സങ്കടപ്പെട്ടില്ലേ. എന്തിന്? നിന്റെ പാപത്തിന്റെ നിമിഷാർദ്ധങ്ങളിൽ പോലും നിന്നെ നാണം കെടുത്താതെ നിന്റെ പാപത്തിന് പോലും കാവല് നിന്ന ഒരു കർത്താവാണ് നിനക്കുള്ളതെന്ന് നീ ഓർക്കണം. നിന്റെ ജീവിതത്തിന്റെ ബലഹീനതകൾക്ക് നീ അടിമപ്പെട്ടപ്പോൾ പോലും നിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ,
നിന്റെ ഇടർച്ചകള് ലോകരെ അറിയിക്കാതെ, നിന്റെ കന്നത്തരങ്ങള് ആരുടെ മുമ്പിലും പരസ്യമാക്കാതെ, നിന്റെ പാപമുറികൾക്ക് മുമ്പിൽ പോലും കാവല് നിന്നൊരു കർത്താവ് നിനക്കുണ്ട്. നിന്റെ ദൈവം നിന്നെ അങ്ങനെയാ സ്നേഹിക്കണത്. നിന്റെ ദൈവം നിന്നെ അങ്ങനെയാ കരുതണത്. നിന്റെ ദൈവം നിന്നെ അങ്ങനെയാ കൊണ്ട് നടക്കണത്. മോശേ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. മോശയോട് പറഞ്ഞ് ചുമ്മാ ഡയലോഗ് വിടുന്നതല്ല അമ്പുരാൻ. നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ഈ ലോകത്ത് തമ്പുരാൻ കർത്താവിനല്ലാണ്ട് ആ ഡയലോഗ് പറയാൻ, നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ വേറൊരു പട്ടിക്കുഞ്ഞിക്ക് പോലും പറ്റുകയില്ല, തമ്പുരാനല്ലാണ്ട്. നിന്റെ കണ്ണിൽ നോക്കി ഈ ഡയലോഗ് പറയാൻ ഇവന് മാത്രമേ പറ്റുള്ളൂ. മറ്റു പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ പറയും, എനിക്ക് എന്നെ അറിഞ്ഞൂടറാ. ജീവിത പങ്കാളി പറയും, ഇതിനെ എൻ്റെ അടുത്ത് നിന്ന് വിളിക്കണേ, എനിക്കറിയാല, അമ്മേനെ കൊണ്ടാ ശരണകേട്. 24 മണിക്കൂറും പറയും പ്രസവിച്ച അമ്മ, അമ്മയുടെ അടുത്ത് കളിക്കരുതിട്ടാ. അതെന്താ? നീ മനസ്സിൽ കാണണത് ഞാൻ മാനത്ത് കാണും. സ്ഥിരം ഡയലോഗാണ് അമ്മയുടെ. എൻ്റെ മോൻ അമ്മയുടെ അടുത്ത് കളിക്കരുത്, നിന്റെ മോന്തായം കണ്ടാൽ അറിഞ്ഞൂടറാ നിന്റെ ഉള്ളിലിരിപ്പ് എന്താന്ന്. സ്ഥിരം അമ്മ പറയും, ഞാൻ മനസ്സിൽ പറയും കുന്തം. അമ്മ എന്തറിഞ്ഞിട്ടാണ്? അമ്മയ്ക്കൊരു ചുക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരാ മോൻ എനിക്കല്ല അറിയുള്ളൂ. ഈ മനുഷ്യ ലോകത്ത് ഒരു കുഞ്ഞിന് പോലും നമ്മെ പൂർണ്ണമായിട്ട് അറിയില്ല പ്രിയപ്പെട്ടവരെ, നമ്മെ പൂർണ്ണമായിട്ട് അറിയില്ല. എത്രമാത്രം നിന്റെ ദൈവം നിന്നെ അറിയുന്നുണ്ട്. കർത്താവ് പറയണു, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. വെറുതെ അറിയല്ലട്ടാ, ഐ നോ യു വെൽ. നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. അടുത്ത വാചകം, അറിയുമ്പോഴും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. അറിയുമ്പോഴും എനിക്ക് നിന്നെ വല്ലാണ്ട് ഇഷ്ടമാണ്. അതാണ് ദൈവം മോശയോട് പറഞ്ഞത്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അടുത്ത വാചകമാണത്, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. ഈ 3 വാചകവും തല തിരിച്ചിടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ സൗന്ദര്യം പീലി വിടർത്തി ആടണത് കാണാൻ പറ്റണത്. ഈ 3 വാചകം അങ്ങ് തലതിരിച്ചിടണം. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, അറിയുമ്പോഴും എനിക്ക് നിന്നെ ഒടുക്കത്തെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരും. ഇത് പറയുന്നവൻ നിന്റെ ദൈവം. ഇത് പറയുന്നവൻ നിന്റെ ദൈവം. അതുപോലെ നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് നിന്റെ കൂടെ നടക്കാൻ, ഐ എം സോറി, ഒരു പട്ടിക്കുഞ്ഞിനെ പോലും നിനക്ക് ഈ ലോകത്ത് കിട്ടുകയില്ല. അതുപോലെ സ്നേഹിച്ച് നിന്റെ കൂടെ നടക്കാൻ നിനക്കൊരു മനുഷ്യക്കുഞ്ഞിനെ പോലും കിട്ടില്ല. എത്ര പ്രേമത്തിൻ്റെ കൊമ്പത്തിരിക്കണവരെയും അച്ഛൻ വെല്ലുവിളിക്കാം. ഇവിടെ ഉണ്ടാവില്ല ആരെങ്കിലുമൊക്കെ പ്രേമിച്ച് ഭ്രാന്തായവര്. പ്രേമിച്ച് കെട്ടിയവരോട് ഞാൻ ചോദിക്കാറുണ്ട്, പ്രേമിച്ച് കല്യാണം കഴിച്ചവരൊക്കെ ഈ കൂട്ടത്തിൽ കാണും. നെഞ്ചത്ത് കൈവച്ച് സത്യം പറയണം, ഇപ്പം എങ്ങനെയുണ്ട്? പ്രേമിച്ചുകൊണ്ടിരുന്നവ എന്തായിരുന്നു? നീ എൻ്റെ ചക്കരക്കട്ട, പൊന്നും കുടം, തേൻ വരിക്ക, മലപ്പുറം കത്തി, നിന്നെ ഇല്ലാണ്ട് എനിക്ക് കുളിക്കാൻ പറ്റണില്ല, നിന്നെ ഓർക്കാണ്ട് എനിക്ക് തിന്നാൻ പറ്റണില്ല, എന്തൊക്കെയായിരുന്നു. കെട്ടിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞ് സ്നേഹിച്ച് നമ്മുടെ കൂടെ നടക്കാൻ ആത്മശോധന ചെയ്യേണ്ടത് നല്ലതാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കൂടെയുണ്ടെന്ന് നാം കരുതുന്നവര് നമ്മെ നേരെ ചൊവ്വെ മനസ്സിലാക്കിയാൽ എത്ര എണ്ണം നമ്മുടെ കൂടെ കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വല്ലാത്ത സംശയമാണ്. ആർക്കും നമ്മളെ, പക്ഷെ യവനുണ്ടല്ലോ, നിന്റെ തമ്പുരാൻ ചിരിച്ചോണ്ടിരിക്കണണ്ട, നിന്റെ കർത്താവ് നീ പ്രതീക്ഷിക്കുന്നതിലും വളരെ 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 അപ്പുറത്ത് നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. പണ്ടൊക്കെ പറയാറുണ്ട്, ജീവിതമാണ് ജീവിതം. Nobody is up to your expectation in the matter of love and understanding in this world. Nobody is up to your expectation in the matter of love and understanding in this world. നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് നിന്നെ സ്നേഹിക്കാൻ,
നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ മനസ്സിലാക്കാൻ, നീ ഇച്ഛിക്കുന്നത് പോലെ നിന്നെ ശുശ്രൂഷിപ്പാൻ ഈ ലോകത്ത് നിനക്കാരെയും കിട്ടില്ല. പക്ഷെ നിന്റെ കർത്താവ് ഉണ്ടല്ലോ, നിന്റെ കർത്താവ്, ഹീസ് ബിയോണ്ട്, ഫാർ ബിയോണ്ട് യുവർ എക്സ്പെക്ടേഷൻ. നീ പ്രതീക്ഷിക്കുന്നതിലും വളരെ 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 അപ്പുറത്ത് നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ വെറുത്തുപേക്ഷിച്ചാലും, നിന്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ അല്ലെങ്കിൽ അതിനും അപ്പുറത്ത് അവൻ നിന്റെ കൂടെ തന്നെ കാണും. ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസാണ് എഴുതിയത്, 3-ാം അധ്യായം 13-ാം തിരുവചനം. മലമുകളിൽ നിന്ന് താഴോട്ട് വന്ന് അവന്റെ ചങ്കിന് പറ്റിയവരെ തെരഞ്ഞെടുത്തുന്നു. മലമുകളിൽ നിന്ന് താഴോട്ടിറങ്ങിയ ക്രിസ്തു അവൻ ഇഷ്ടമുള്ളവരെ ചേർത്ത് പിടിച്ചെന്ന്. തന്നോടുകൂടെ ആയിരിക്കാൻ അവൻ അവരെ കൂടെ ചേർത്തെന്ന്. ഇതാണ് നിന്റെ ദൈവം. നിന്റെ ബലഹീനതകളിലും പോരായ്മകളിലും നിന്റെ സകലമാന ദൗർബല്യങ്ങളിലും നിന്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാ പ്രിയപ്പെട്ടവരെ. അബ്രാഹത്തെ അവൻ തെരഞ്ഞെടുത്ത്, യാക്കോബിനെ അവൻ തെരഞ്ഞെടുത്ത്, ജോസഫിനെ അവൻ തെരഞ്ഞെടുത്ത്, സാംസണെ അവൻ തെരഞ്ഞെടുത്ത്, ശമയോനെ അവൻ തെരഞ്ഞെടുത്ത്, പൗലോസിനെ അവൻ തെരഞ്ഞെടുത്ത്. എന്ത് മനോഹരമായിട്ടാണ് പൗലോസ് എഴുതണത്. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് മനോഹരമായിട്ട് പറഞ്ഞു വെക്കും, നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല. നമ്മുടെ ജീവിതമാണ് ഈ പറയണത്. ദിസ് ഈസ് ലൈഫ് ഇൻ ജീസസ്. ക്രിസ്തുവിലുള്ള നിന്റെ ജീവിതത്തെ നീ ധ്യാനിക്കണം. അവനിലൂടെ നിന്റെ ചങ്കിലേക്ക് പെയ്തിറങ്ങിയ ദൈവസ്നേഹത്തെ നീ മറക്കരുത്. ഈ ലോകത്തിന്റെ സ്നേഹത്തിന്റെ പുറകെ പോവരുത്. എന്തുമാത്രം നിന്റെ ചങ്കിനകത്ത് അവന്റെ കുരിശിലെ സ്നേഹം വെളിപ്പെട്ട് കിട്ടണോ, പിന്നെ നിന്നെ തോപ്പിക്കാൻ ഈ ലോകത്തില് ഒന്നിനും സാധിക്കില്ല, ഒന്നിനും. അതാണ് പൗലോസ് പറയണത്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ആരെന്നെ വേർപെടുത്തും? ഈ ലോകത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും പറ്റില്ലെന്ന് പൗലോസിനെ കൊണ്ട് പറയിക്കുന്നത് ഈ ചങ്കിലെ സ്നേഹത്തിൻ്റെ പൊള്ളലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയും, സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല. എത്ര ഡോക്ടറേറ്റ് എടുത്തവനായാലും, വിദ്യാഭ്യാസത്തിന്റെ എത്ര പൊക്കത്തെത്തിയവനായാലും ഈ വചനം ആപ്ലിക്കബിൾ ആണ്. നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികം ഇല്ല. വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ, സാമൂഹികമായ ഔന്നത്യത്തിന്റെ കാര്യത്തിൽ നീ എത്ര കൊമ്പനായിരുന്നാലും, ഈ ലോകം നിന്നെ എങ്ങനെയൊക്കെ അഭിനന്ദനങ്ങൾ പൊതിഞ്ഞ് ഉയർത്തിപ്പിടിച്ചാലും, പാട്ടിൽ പറയണ പോലെ, ലോകം എന്നെ ഉയർത്തിടുമ്പോൾ എന്നെ അറിയുന്ന എൻ്റെ ദൈവമേ, ലോകം എന്നെ ഉയർത്തിടുമ്പോൾ എന്നെ അറിയുന്ന എൻ്റെ ദൈവമേ, നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയാ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്ത്, ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയാ ശക്തമായവയെ ദൈവം തെരഞ്ഞെടുത്ത്, നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയാ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്ത്. കാരണം പൗലോസ് പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. അഹങ്കരിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അതാണ് ഈ കാലഘട്ടത്തിന്റെ ശാപം. അതാണ് ഈ കാലഘട്ടത്തിന്റെ സകലമാന അസ്വസ്ഥതകൾക്കും കാരണം. നീ വല്ലാണ്ട് അഹങ്കരിക്കണം. നിന്റെ ദൈവം നിന്നോട് കാണിച്ച കാരുണ്യം, അവൻ നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന സത്യം, അവൻ്റെ കാരുണ്യം മാത്രമാണ് നിന്റെ ജീവിതം എന്ന തിരിച്ചറിവ് നിനക്ക് പലപ്പോഴും കൈമോശം വരണം. അപ്പൊ നീ വല്ലാണ്ട് അഹങ്കാരിയാവണം.
അച്ഛൻ്റെ ജീവിതത്തിലും തോന്നിയിട്ടുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും തോന്നും. കർത്താവേ, അഹങ്കരിക്കാതിരിക്കാനുള്ളൊരു കൃപ നീ എനിക്ക് താ. അത് മാത്രം പ്രാർത്ഥിച്ചാ മതി, അത് മാത്രം പ്രാർത്ഥിച്ചാ മതി. വല്ലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അഹങ്കാരം. വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് ബാലൻസ് ഉള്ള തിരുവോസ്തിയൊക്കെ പാത്രത്തിൽ ഭദ്രമായിട്ടടച്ച് സക്രാരിയുടെ താക്കോലിട്ട് സക്രാരി തുറന്ന് അതിനകത്ത് എൻ്റെ കർത്താവിനെ ഒതുക്കി വെച്ച് മനോഹരമായിട്ട് സക്രാരി കൂട്ടുമ്പോൾ അച്ഛനായ കാലത്തൊക്കെ ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, അടങ്ങി ഒതുങ്ങി അകത്തിരുന്നോളണം, താക്കോൽ എൻ്റെ കയ്യിലാണ്, കളിക്കരുത്. താക്കോൽ എൻ്റെ കയ്യിലാന്ന്. ഞാൻ തുറന്നില്ലെങ്കിൽ നീ എങ്ങനെ വരും? ഞാനിത്തിരി ബലം പിടിച്ചാൽ നീ എന്ത് ചെയ്യും? എൻ്റെ പ്രാർത്ഥനയുടെ മിടുക്കാണ്, എൻ്റെ പരിത്യാഗത്തിൻ്റെ ബലമാണ് ഈ ലോകം ഇങ്ങനെ കറങ്ങുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞറിയാണ്ടും ചിന്തിച്ചു പോകും. നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള നമ്മുടെ സംവേദനങ്ങളിൽ, നമ്മുടെ സംസാര രീതികളിൽ പലപ്പോഴും അഹങ്കാരത്തിൻ്റെ ദുരാത്മാവ് കടന്നു വരും. ഭയങ്കര ധാർഷ്ട്യം നാം പറയുന്നതിലും ചെയ്യുന്നതിലുമൊക്കെ പലപ്പോഴും ഉൾച്ചേരും. ജാഗ്രത, നിന്റെ ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കുക. അബ്രാഹത്തിലും ഇസഹാക്കിലും യാക്കോബിലും കർത്താവിൻ്റെ എല്ലാ നിസ്സാരരായ അഭിഷിക്തരിലും പ്രകടമായ ദൈവത്തിൻ്റെ കരുണ വന്ന് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാണ്. കർത്താവിൻ്റെ കരുണയെ തൊട്ടു നോക്കണമെന്ന് ആഗ്രഹമുണ്ടാ, കർത്താവിൻ്റെ കരുണയെ തൊട്ടടുത്ത് നിന്ന് കാണണമെന്ന് മോഹമുണ്ടാ. ഇന്ന് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വാഷ് ബേസിൻ്റെ മുകളിലുള്ള കണ്ണാടിയിലും മര്യാദയ്ക്കൊന്ന് നോക്കിയാൽ മതി, നിനക്ക് കാണാൻ പറ്റും ദൈവത്തിൻ്റെ കരുണയെ തൊട്ടടുത്ത്. വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കുകയുമാവാം. ദൈവകരുണയുടെ അവസാനത്തെ കണ്ണി നീയാണ്. അവൻ കരുണ കാണിച്ചത് അവസാനമായിട്ട് നിന്നോടാണ്. ആ കരുണയെ പങ്കുവയ്ക്കാൻ നല്ല ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ്, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ തെരഞ്ഞെടുപ്പ്, ആദിമ സഭയുടെ രൂപീകരണത്തിൽ സംഭവിച്ച ദൈവത്തിൻ്റെ മഹാകാരുണ്യം, അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ എന്നാണ് അച്ഛൻ്റെ പ്രാർത്ഥന. കുദാശകളിലൂടെ കൈവഴികളായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ കരുണയുണ്ട്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ്. കുമ്പസാരക്കൂട്ടിൽ നാം അനുഭവിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കരുണയാണ്. മാമുദിസായിലും സ്ഥൈര്യലേപനത്തിലും രോഗിലേപനത്തിലും പൗരോഹിത്യ വഴിയിലും വിവാഹ ജീവിതാന്തസ്സിലും നാം അനുഭവിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കരുണ തന്നെ. നീ മിടുക്കനായതുകൊണ്ടല്ല, നിനക്ക് ആഢ്യത്വമുണ്ടായിരുന്നിട്ടല്ല, നിന്റെ യോഗ്യതയും അർഹതയും പരിഗണിച്ചുകൊണ്ടല്ല അവൻ നിന്നെ തെരഞ്ഞെടുത്ത് ചേർത്ത് പിടിച്ചത്. അവൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം. കരുണ സ്വീകരിച്ചവർ അത് പങ്കുവയ്ക്കാൻ കടപ്പെട്ടവരാണെന്ന് കൂടെ നമുക്ക് ഓർത്തു വയ്ക്കാം. എൻ്റെ ദൈവം എൻ്റെ ചങ്കിൽ നിറച്ചു തന്ന കരുണ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തോട് പ്രദർശിപ്പിച്ച കാരുണ്യം ഞാൻ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും പകർന്നേകാനുള്ള ഒരു വലിയ കൃപയ്ക്ക് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ് സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിന് സാക്ഷിയാകേണ്ടവർ. പണ്ടെവിടെയോ ഒരച്ഛൻ പറയണ കേട്ട്, 1-ാം പ്രമാണം ലംഘിച്ചത് കൊണ്ടാണ് സാർവത്രിക സഭയിൽ ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടായത്. ക്രിസ്ത്യാനികൾ ഭാരതത്തിൽ 2% അവശേഷിക്കുന്നത്. അച്ഛൻ അങ്ങനെയൊന്നും ചിന്തയില്ല. ആശുപത്രി പണിതപ്പോഴും സ്കൂള് പണിതപ്പോഴും കർത്താവിനെ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. നിന്നെ കാണുന്നവർ ഒരിക്കലും അവനെ കണ്ടില്ല, നിന്റെ വാക്ക് കേട്ടവർ അവനെ കേട്ടില്ല. നിന്റെ സ്നേഹ ശുശ്രൂഷയെന്ന് നീ പറയുന്ന ശുശ്രൂഷകൾ അനുഭവിച്ചവരും ആസ്വദിച്ചവരും നിന്റെ ക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ സ്പർശനം സ്വന്തമാക്കിയില്ല. അവിടെ എവിടെയോ നമുക്ക് തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരച്ഛനാ ഞാൻ.
നീയാണ് ഏക സുവിശേഷമെന്ന് പണ്ടെവിടെയോ വായിച്ചത് ഓർക്കണ്. അഞ്ചാമത്തെ സുവിശേഷമാണ് നിന്റെ ജീവിതമെന്ന് വായിച്ചത് ഓർക്കണ്. ആൻഡ് യു ആർ ദ ഓൺലി ബൈബിൾ വിച്ച് someone may ever read എന്ന് വായിച്ചത് ഓർക്കണ്. ആരെങ്കിലുമൊക്കെ വായിച്ചിരിക്കാനിടയുള്ള ഏക സുവിശേഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണത്രേ. ഈ ചിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹ സാമ്രാജ്യത്തിന് അവകാശികളായ നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആ സ്നേഹത്തെ പങ്കുവെക്കാനും ആ കാരുണ്യത്തെ പകർത്തു കൊടുക്കാനും കടപ്പെട്ടവരാണെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും. ഈ കർത്താവിൻ്റെ കാരുണ്യം, ഈ കർത്താവിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചവരും ആസ്വദിച്ചവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവനെ പകർന്നു കൊടുക്കാൻ കടപ്പെട്ടവർ എളിമയോടെ കർത്താവിനോട് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനം പെരുമഴയായി പെയ്തിറങ്ങും. കർത്താവിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വചനം നമ്മെ വഴി നടത്തട്ടെ. ദൈവത്തിൻ്റെ കരുണയുടെ നിറകുടമെന്നോണം ജീവിതം നയിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇസ്രായേലിനെ നീ തെരഞ്ഞെടുത്തതുപോലെ, നിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നീ തെരഞ്ഞെടുത്തതുപോലെ, ആദിമ ക്രിസ്ത്യാനികളെ നിന്നോട് നീ ചേർത്ത് നിർത്തിയതുപോലെ ഇന്ന് ജീവിക്കുന്ന നിനക്ക് സാക്ഷികളായ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സ്നേഹത്തോട് നീ ചേർത്ത് നിർത്തണേ. ഞങ്ങളുടെ ബലഹീനതകളിലും പോരായ്മകളിലും ഞങ്ങളോട് കരുണ കാണിക്കുന്ന, ഞങ്ങളെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നീ എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നീ നൽകണേ. ആരേക്കാളും കൂടുതലായി, എന്തിനേക്കാളും കൂടുതലായി നിന്നെ സ്നേഹിക്കാനുള്ള ഒരു വലിയ ഹൃദയം ഞങ്ങൾക്ക് തന്നു നീ അനുഗ്രഹിക്കണേ. നിന്റെ കരുണയാണ് ജീവിതം മുഴുവനുമെന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരോടത് പങ്കുവെക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ബലപ്പെടുത്തണേ.